റൈറ്റ്. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷം ആലോചിക്കുന്നത്, ഇന്ത്യ സഖ്യം ആലോചിക്കുന്നത് ഒരു ഇംപീച്ച്മെൻറ്റ് മോഷനെ കുറിച്ചൊക്കെയാണ്. ഇംപീച്ച്മെൻറ്റ് മോഷൻ ഒരുപക്ഷെ അത് അവതരിപ്പിക്കാൻ സാധിച്ചേക്കും, പക്ഷേ അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ എങ്കിൽ പോലും അതിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു പാർലമെൻറ്റിൽ കുറെ കൂടെ വിശദമായിട്ടുള്ളൊരു ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചേക്കും എന്ന് തോന്നുന്നു. ആ നിലയ്ക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ ആ നീക്കം ഗുണകരമാകുമെന്ന് തോന്നുന്നു. ഇംപീച്ച്മെന്റിനുള്ള സാധ്യതയൊന്നുമില്ല. കാര്യം ഇംപീച്ച് ചെയ്യണമെന്നില്ല. ആദ്യം ഓഫ്കോഴ്സ് അവർക്ക് വേണ്ട വോട്ട് കാണും. ഇംപീച്ച്മെന്റ് ചെയ്യാനായിട്ടുള്ള വോട്ടുകൾ കാണും, ആവശ്യപ്പെടാനുള്ള വോട്ടുകൾ കാണും. പക്ഷെ അത് പാസ്സാക്കി എടുക്കാനുള്ള വോട്ടൊന്നും ഇന്ന് ഓപ്പോസിഷന് ഇല്ല. അപ്പൊ അത് ഭരണകക്ഷിയുടെ സഹായിച്ചെങ്കിൽ മാത്രമേ ഒരു ഇംപീച്ച്മെന്റ് മോഷൻ പാസ്സാകുകയുള്ളൂ. അപ്പോൾ ആ ഇംപീച്ച്മെന്റ് എന്നുള്ള നടപടിയൊന്നും നടക്കത്തില്ല. പിന്നെ അതിന് പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശപ്പെടാം, അല്ലെങ്കിൽ ഇദ്ദേഹം അർഹനാണ്, ഇദ്ദേഹം ഇംപീച്ച് ചെയ്യപ്പെടാൻ അർഹനാണ് എന്നൊക്കെ പറയാൻ പറ്റും. ഒരു ജഡ്ജി തെറ്റായ ഒരു നടപടി സ്വീകരിച്ചു, അതിനെതിരെ ഒരു വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തി, അതായത് രാജ്യസഭയുടെ അധ്യക്ഷനായിരുന്ന ഒരു വ്യക്തി, അതിന് വേണ്ട ഒരു നടപടിക്രമം അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഗവൺമെന്റ് ആ വൈസ് പ്രസിഡന്റിനെ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ഇംപീച്ച്മെന്റ് നടക്കണം? ഇംപീച്ച്മെന്റ് ഒന്നും നടക്കത്തില്ല. വൈകിട്ട് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം വിളിച്ച ആൾക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു വൈകുന്നേരം ആവുമ്പോഴത്തേക്കും. അതേസമയം ഈ ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി ആരുമായിക്കൊള്ളട്ടെ, അദ്ദേഹം ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്. അദ്ദേഹം കൂടെ അംഗമായ ഒരു 3 അംഗ കമ്മിറ്റിയാണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തത്. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്ത വ്യക്തികളിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുറെ സംശയങ്ങൾ ഉയർത്തിയത്. അപ്പോൾ ആ സംശയത്തിന് പരിഹാരം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സംശയം നിരാകരിക്കുക, അതിന് പകരം അദ്ദേഹം വെറുതെ ഈ ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്നത് എന്താണ് വെളിച്ചത്ത് കൊണ്ടുവന്നത്? അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസ് ഞാൻ കുറെ കണ്ടു. അദ്ദേഹത്തിന്റെ ശരീരഭാഷ, അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ, ഇതൊന്നും ഒരു കറകളഞ്ഞ ഒരു IAS ഉദ്യോഗസ്ഥന് ശോഭ നൽകുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം ഉണ്ടെങ്കിൽ ഡിഗ്നിഫൈഡ് ആയിട്ട് അതിനെ നേരിടണം. അത് ചെയ്യാതെ അദ്ദേഹം പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ വന്ന് വിളിച്ചു പറഞ്ഞതായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസ് കോൺഫറൻസ് തോന്നിയത് എന്നെനിക്ക് നിർഭാഗ്യവശാൽ പറയേണ്ടതുണ്ട്. കാര്യം ഒരു ഇലക്ഷൻ കമ്മീഷണറെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർ രാഷ്ട്രീയക്കാരുടെ ആളായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അവർക്ക് ഇൻഡിപെൻഡൻസ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഭരണഘടന വേണ്ട അധികാരം അവർ കൊടുത്തിട്ടുണ്ട്, വേണ്ട ഇൻഡിപെൻഡൻസ് കൊടുത്തിട്ടുണ്ട്. TN ശേഷൻ ഒറ്റയൊരാള് ഇവിടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ കാലത്ത് അദ്ദേഹത്തെ ഒതുക്കാനായിട്ടാണ് വേറെ രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരെ കൂടി അപ്പോയിന്റ് ചെയ്തത്. അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ 2 അല്ല 500 പേരെ അപ്പോയിന്റ് ചെയ്തു. ഞാനായിരിക്കും ഇലക്ഷൻ നടത്തുന്നത്, ഞാനാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഞാനായിരിക്കും നടത്തുന്നത് എന്ന് അദ്ദേഹം വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ആ ഒരു റോളിനെ ഞാൻ അഭിമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ, നമ്മളുടെ ഈ രാജ്യത്ത് ജനാധിപത്യം ശരിയായ രീതിയിൽ പോകണമെങ്കിൽ അതിന് ഒരു അമ്പയർ വേണം. അതിന് വേണ്ടത് ഒരു ഇലക്ഷൻ കമ്മീഷനാണ്. അതായത് വിശ്വാസയോഗ്യമായ ഒരു ഇലക്ഷൻ കമ്മീഷൻ വേണം. ഇലക്ഷൻ കമ്മീഷൻ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസം ജനിപ്പിക്കത്തക്ക രീതിയിൽ വേണം ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളും പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.